എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ നീ തെളിച്ചു പറ പൃഥ്വി. അത് ഞാൻ പറയാം. ആ മന്ത്രിയുടെ ന്യൂസിന്റെ പിന്നാലെ പോകണ്ടാന്ന് നിന്നോട് ഞങ്ങളെല്ലാം പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ അത് കൊടുത്തത്? അതിന്റെ കാര്യവും കാരണവും ഞാൻ നിങ്ങൾ എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? ചേച്ചി ചേച്ചി പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇങ്ങനൊരു വാർത്ത വന്നതുകൊണ്ട് അയാൾ അടങ്ങിയിരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്. ഓ, പൃഥ്വി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിലൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. മോളെ അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല. അവരെപ്പോലുള്ളവരെ നമ്മൾ പേടിച്ചേ മതിയാവും. ഓ, ഇപ്പോഴെങ്കിലും ഇതൊന്ന് പറയാൻ തോന്നിയല്ലോ, ഭാഗ്യം. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. പൂർണിമേച്ച് ചെയ്തതാ ശരി. ഇവരെ പോലുള്ളവരൊക്കെ പേടിച്ച് ആളുകൾ പ്രതികരിക്കാത്തതുകൊണ്ടാ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതെ, തെറ്റ് ചെയ്യുന്നത് എത്ര വലിയ സ്ഥാനത്തുള്ളവരായാലും അവർക്കെതിരെ ധൈര്യത്തോടെ തന്നെ പ്രതികരിക്കണം. നിനക്കൊക്കെ അങ്ങനെ പറയാം, ഇതിന്റെയൊക്കെ ബാക്കി അനുഭവിക്കേണ്ടി വരുന്നതേ ഞങ്ങളാ. ചേച്ചി, വീടും കുടുംബവും ഇല്ലാതെ വല്ലവരെയും ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് പേടിക്കാൻ? ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഇവിടെ വേണ്ട. ഞാൻ കാരണം ഈ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു പേടി ഇവിടെ ആർക്കും വേണ്ട. ഇന്ദ്ര ടിവിയിൽ പൂർണിമയുള്ളിടത്തോളം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ വന്നോണ്ടേയിരിക്കും. അതിനെ ഇനി ആരെതിർത്തിട്ടും കാര്യമില്ല. അതല്ല മോളെ, നിന്നെ കുറിച്ച് ഓർത്താ എനിക്ക് പേടി. ചെറിയച്ചൻ പേടിക്കണ്ട, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സത്യം എന്നായാലും ജയിക്കും.